തൃപ്പൂണിത്തുറയെ ചുറ്റിപ്പറ്റിയാണ് കോൺഗ്രസിൽ മറ്റൊരു പ്രധാനപ്പെട്ട ചർച്ച നടക്കുന്നത്. റിപ്പോർട്ടർ ബ്രേക്കിംഗിലേക്ക് പോയാൽ തൃപ്പൂണിത്തുറയിൽ കെ ബാബു മത്സരിക്കാനില്ലെന്ന നേതൃത്വത്തെ അറിയിച്ചതോടെ പുതിയ സ്ഥാനാർത്ഥിയെ തേടുകയാണ് കോൺഗ്രസ്. സാമുദായിക സമവാക്യം പരിഗണിക്കുകയാണെങ്കിൽ ദീപക് ജോയ്, അജയ് തറയിൽ, എം ലിജു എന്നിവർക്കാണ് സാധ്യത. അല്ലെങ്കിൽ നടൻ രമേശ് പിഷാരടി, രാജു പി നായർ എന്നിവർ മത്സരിക്കാനും സാധ്യത തെളിയുന്നു. ലേബി സജീന്ദ്രനാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. ലേബി, തൃപ്പൂണിത്തുറയിൽ സാമുദായിക സമവാക്യം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം അത് ഏത് രീതിയിൽ ബാധിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്നതും പ്രധാനമാണ്. ആരെയൊക്കെയാണ് നിലവിൽ പരിഗണിക്കുന്നത്? വിനീത, തുടക്കം മുതൽ തന്നെ കെ ബാബു, സിറ്റിംഗ് MLA കെ ബാബു മത്സരിക്കാനില്ല എന്നുള്ള കാര്യം കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങളെ അറിയിച്ചതാണ്. അതുമുതലാണ് ഈ ചർച്ചകളൊക്കെ പുരോഗമിച്ചത്. കെ ബാബു മത്സരിക്കുന്നില്ല എന്ന് വന്നപ്പോൾ തന്നെ അവിടെ നടൻ പിഷാരടിയുടെ പേരും രാജു പി നായരുടെ പേരുമാണ് തുടക്കത്തിൽ സജീവമായി ഉണ്ടായിരുന്നത്. എന്നാൽ സാമുദായിക പരിഗണന വന്നതോടുകൂടി എം ലിജുവിന്റെ പേര് ഇങ്ങോട്ട് കടന്നു വന്നു, ചർച്ചയിലേക്ക് വന്നു. അതിനുശേഷം ആ സമയത്ത് വൈപ്പിനിലാണ് അജയ് തറയിലിന്റെ പേര് കേട്ടിരുന്നത്. എന്നാൽ ആ സമയത്ത് വിനീത ഓർക്കേണ്ടതുണ്ട്, കഴിഞ്ഞ തവണ 2021 തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിൽ രണ്ടിടത്താണ് ഇഴവ സ്ഥാനാർത്ഥികൾ മത്സരിച്ചത്. ഒന്ന് തൃപ്പൂണിത്തുറയിൽ കെ ബാബുവും വൈപ്പിനിൽ ദീപക് ജോയും. അതുകൊണ്ടാണ് അജയ് തറയിൽ വൈപ്പിനിൽ വന്നേക്കും എന്നുള്ള സൂചന ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ സാമുദായിക സമവാക്യങ്ങൾ 3 മണ്ഡലങ്ങൾ ചുറ്റിപ്പറ്റി മാറുകയുണ്ടായി. അതായത് കൊച്ചി, വൈപ്പിൻ, തൃപ്പൂണിത്തുറ എന്നീ മണ്ഡലങ്ങൾ എപ്പോഴും സാമുദായിക പരിഗണനകൾ വരുമ്പോൾ കണക്ട് ചെയ്യപ്പെട്ട് കിടക്കുന്ന മണ്ഡലങ്ങളാണ്. കൊച്ചിയിൽ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് വരും എന്നുള്ള സൂചനകൾ വന്നതോടുകൂടി വൈപ്പിനിൽ ലത്തീൻ സ്ഥാനാർത്ഥി മത്സരിക്കാനുള്ള സാധ്യതയാണ് തെളിഞ്ഞിരിക്കുന്നത്. അങ്ങനെ വന്ന സാഹചര്യത്തിലാണ് അജയ് തറയിലിന്റെ പേര് തൃപ്പൂണിത്തുറയിലേക്ക് കേട്ടത്. ഇത് ഏറ്റവും ഒടുവിൽ അറിയുന്ന വിവരമനുസരിച്ച് കോർപ്പറേഷന്റെ ഡെപ്യൂട്ടി മേയർ കൂടിയായ ദീപക് ജോയിയുടെ പേര് സജീവമായി ഈ ഘട്ടത്തിൽ തൃപ്പൂണിത്തുറയിലേക്ക് പരിഗണിക്കുന്നത്. ഈ പേരുകളൊക്കെയാണ് ഇപ്പോൾ സജീവമായി ഇങ്ങനെ നിൽക്കുന്നത്. തൃപ്പൂണിത്തുറയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 2 ലക്ഷത്തോളം വോട്ടർമാരിലുള്ളതിൽ ഏതാണ്ട് 33% ഈഴവ വോട്ടുകൾ ഉള്ള സ്ഥലമാണ്. അതുമാത്രമല്ല വിനീത നേരത്തെ സൂചിപ്പിച്ചതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട്, പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. കാരണം BJP തൃപ്പൂണിത്തുറ നഗരസഭ ഭരിക്കുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. ഇവിടെ തൃപ്പൂണിത്തുറ എങ്കിലും കോൺഗ്രസും ഒപ്പം തന്നെ CPM കണക്ക് കൂട്ടുന്നത് ഇവിടെ തൃപ്പൂണിത്തുറ നഗരം കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിൽ BJPയുടെ വലിയ വളർച്ച ഉണ്ടായിരിക്കുന്നത്. മറ്റ് തീരദേശ പ്രദേശങ്ങളിലേക്ക് അത്ര വ്യാപിച്ചിട്ടില്ല എന്നുള്ള ഒരു ആശ്വാസം അവർക്ക് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാനുണ്ടായി. ഏതായാലും ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഒരു സ്ഥാനാർത്ഥിയെ കെ ബാബുവിന് പകരക്കാരനായി തൃപ്പൂണിത്തുറയിലേക്ക് കൊണ്ടുവരിക. വിനീത, ശരി. ദീപക് ജോയ്, അജയ് തറയിൽ, എം ലിജു, ഒപ്പം നടൻ രമേശ് പിഷാരടി, രാജു പി നായർ എന്നിവരിൽ ആരെങ്കിലും തൃപ്പൂണിത്തുറയിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ലേബി സജീന്ദ്രനാണ് വിശദമായ വിലയിരുത്തൽ നൽകിയത്.